ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞു. ജലനിരപ്പ് 2337.5 അടിയായി താഴ്ന്നതോടെ മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദനം കുറച്ചിരിക്കുകയാണ്. വേനൽമഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് KSEBയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2332 അടിയായിരുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. അന്ന് വൈദ്യുതി ഉൽപ്പാദനം ഉയർന്ന നിലയിൽ തന്നെ തുടർന്നു. ഈ വർഷം മുൻകരുതലിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വൈദ്യുതി ഉൽപ്പാദനം KSEB കുറച്ചു. വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണ തോതിലാക്കിയാൽ ജലനിരപ്പ് ഗണ്യമായി കുറയുന്ന സാഹചര്യമാണുള്ളത്. ഇതേ അവസ്ഥ ഒരു 10 ദിവസം കൂടെ ഇതേപോലെ നിന്നാൽ ഈ ഡാമിലെ വെള്ളം എന്നല്ല ഇപ്പം 5 അടി എന്നുള്ളത് 15 അല്ല 20 അടിയല്ല, നിമിഷ നേരം കൊണ്ട് അതൊക്കെ കുറയും. കറണ്ട് ഉൽപ്പാദനത്തെ ബാധിക്കും എന്നല്ല, വലിയ രൂക്ഷമായ ഒരു വൈദ്യുതി ക്ഷാമം നമുക്ക് വൈദ്യുതി പവർ കട്ടും അതേപോലുള്ള രൂക്ഷമായ പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വരും. കേരളം ജലനിരപ്പ് 2280 അടിയിൽ താഴെയായാൽ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റം പവർ ഹൗസിലേക്ക് വെള്ളമെത്തിക്കാൻ സാധിക്കില്ല. 6 ജനറേറ്ററുകളിൽ 5 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത്. ഡാമിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് 8.9 ലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം 45 ലക്ഷം ഘനമീറ്ററിലധികം വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. ഇടുക്കിയിലെ മറ്റ് ചെറുകിട അണക്കെട്ടുകളിലും സമാനമായ പ്രതിസന്ധിയുണ്ട്. 2023 ഏപ്രിൽ മാസം വരെ 13.5 സെന്റിമീറ്ററാണ് വേനൽ മഴ ലഭിച്ചത്. എന്നാൽ ഇത്തവണയത് 11 സെന്റിമീറ്റർ മാത്രമാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ കടുത്തില്ലെങ്കിൽ മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് KSEBയുടെ മുന്നറിയിപ്പ്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.